അഖിലണ്ണാടിയുടെ ഭാര്യ എന്തിനാണ് അഖിലിനെ ഇട്ടിട്ട് പോയതെന്നും അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം മടങ്ങി അച്ഛന്റെ അടുത്ത് വന്നു എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഉള്ള ഉത്തരം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോവാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്. അറിയാമല്ലോ, ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ശരി. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ കൊടുത്തപ്പോ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന് അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാ വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെ ഓക്കെ. ശരിക്കും ഈ മേഘ എന്ന് പറയുന്ന അഖിലണ്ണാടിയുടെ മുൻ ഭാര്യയായ മേഘയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 അച്ഛന്മാരാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അവര് അച്ഛനും അമ്മയും നേരത്തെ വിവാഹം കഴിച്ചു. അതിലുണ്ടായ കുട്ടിയാണ് ഈ മേഘ. സോ അവർ ലീഗലി ഡിവോഴ്സ് ആയി. അതിനുശേഷം ഒരു 2ാം അച്ഛൻ വന്നു. അദ്ദേഹം എനിക്കൊന്ന് ഒരു അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അദ്ദേഹമായിട്ടാണ് അദ്ദേഹവും മേഘയുടെ അമ്മയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അഖിലണ്ണാടിയുടെ ഈ വിവാഹത്തിനൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ 2 അച്ഛന്മാരും വേദിയിലുണ്ടായിരുന്നു. ഒറിജിനൽ അച്ഛൻ, അതായത് മേഘയെ ജനിപ്പിച്ച അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ താലി പോലും ആ മണ്ഡപത്തിൽ വെച്ചിട്ട് എടുത്തു കൊടുത്തത് അടക്കം. അതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വിവാഹ വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരെന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മ ഒളിച്ചോടിപ്പോയി, അതുപോലെ തന്നെ മൂട് ഒളിച്ചോടിപ്പോയി. പക്ഷെ അമ്മ ഒളിച്ചോടിപ്പോയെന്നല്ല, അവർ നോർമലി വിവാഹം കഴിച്ച വ്യക്തികളാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടെന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തു, അവർ ലീഗലി മാറി ഇപ്പം പുതിയൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ട് മേഘയ്ക്ക് അത് ചെയ്തുകൂടായിരുന്നു? എന്തുകൊണ്ട് മേഘയ്ക്ക് അത് ചെയ്തുകൂടായിരുന്നു? നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ നിയമവും കാര്യങ്ങളും കോടതിയും വക്കീലന്മാരും പോലീസുകാരും ഒക്കെ ഉള്ളപ്പോൾ അവരുടെയൊക്കെ ഒരു സഹായം തേടിയിട്ട് എനിക്ക് അവനെ വേണ്ട, അഖിലിനെ വേണ്ട എന്നുള്ളൊരു രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ പോകാമായിരുന്നു. പക്ഷേ അതിന് പോവാതെ ശരിക്കും ആ പയ്യനെ നാണം കെടുത്തുന്ന രീതിയിലാണ് ശരിക്കും മേഘ കാട്ടിക്കൂട്ടിയത് പോലും. ഓക്കെ, മേഘ അവനെ നാണം കെടുത്തുന്ന രീതിയിലാണ്. അത് അടുത്ത് കിടന്ന് ഉറങ്ങുന്നിടത്തുനിന്ന് കട്ടിലിൽ നിന്ന് എണീറ്റ് ഉള്ള ഷോപ്പറും കാര്യങ്ങളും പെട്ടകവും ഒക്കെ ആയിട്ട് ഇറങ്ങി അങ്ങ് പോവാണ്. ഇവിടെ നാട്ടിലെ നിയമമുണ്ട്, നീതിന്യായ ഉണ്ടെന്നൊക്കെ മേഘയ്ക്കും അറിയാന്ന് വെച്ചാണ്. കാരണം കൊച്ചൊന്നും അല്ലല്ലോ, അത്യാവശ്യം പ്രായമായി വിവാഹം കഴിച്ച കൊച്ചു തന്നല്ലോ. അപ്പം നാട്ടിലെ കാര്യങ്ങളെല്ലാം അതിനറിയാം. ഒന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അത് ഈ പെട്ടകവും കാര്യങ്ങളൊക്കെ എടുത്ത് ഒളിച്ചോടി പോയത്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലോ. അത് ചെയ്തത് ഭയങ്കര മോശമായി പോയിട്ടോ. അപ്പൊ ബാക്കി കാണാം. ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ 2ാം അച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി 1ാം അച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് 1ാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന്. ഓക്കെ, ഇപ്പോ ഈ വോയിസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ശരിക്കും ഒരു അഡ്വക്കേറ്റ് ആണ്. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഈ മേഘയുടെ ആദ്യത്തെ അച്ഛന്റെ പേരാണെന്ന് തോന്നുന്നു പത്മകുമാർ. പുള്ളിക്കാരന്റെ ലീഗലിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഇദ്ദേഹമാണ്. സോ ഇദ്ദേഹം കൊള്ളാം, ഇദ്ദേഹം ഒരു കാര്യസ്ഥനെ പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ കേട്ടിട്ട്. ശരിക്കും അതാണ് പറഞ്ഞത്. ഈ മേഘ ഒളിച്ചോടി പോയ സമയത്ത് പോലും ഇദ്ദേഹത്തിന് തലവേദന, നെഞ്ചുവേദനയൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ തിരുവല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ശരിക്കും ഏതൊരു അച്ഛന്റെയും ചങ്ക് തകർന്നു പോകും. കാരണം ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ലോലനാണ്, ഒരു നല്ല മനസ്സിനുടമയാണ്. സോ നല്ല മനസ്സുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറ്റും. ഓക്കെ, ഇതുപോലൊക്കെ പറ്റും. കാരണം സ്വന്തം ഇത്രയും നാള് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മോള് വിവാഹം കഴിച്ചയച്ചു, ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയൊക്കെ വിവാഹം കഴിച്ചയച്ചിട്ട് അവൾ ഇതുപോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊരു ബസ്സിലെ കണ്ടക്ടർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ബസ്സിലെ കണ്ടക്ടർ കൂടെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഏത് രക്ഷകർത്താക്കൾക്കും, അത് ഇത്രയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചു പോകുമ്പോഴത്തേക്കും ഏത് രക്ഷകർത്താക്കളുടെയും ചങ്കൊന്ന് പിടയ്ക്കും. അതേ ഇവിടെ സംഭവിച്ചുള്ളൂ. പക്ഷെ മറ്റേ അച്ഛന് ചിലപ്പോൾ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന്റെ മകളല്ല, സ്വന്തം മകളായതിന്റെ പേരിലാണ് ഈ പത്മകുമാറിന് ഇങ്ങനെ സംഭവിച്ചത് പോലും. ഓക്കെ, ബാക്കി കേൾക്കാം.
കൊണ്ടുവിളിച്ചത് ഞാനാണ്. ആ, ആ, ആ. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. ആ. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. എന്നാൽ അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കലവാകുമ്പം തട്ടിമുട്ടിയും നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നോ? അതെ അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി. എന്തായാലും കൊള്ളാം, അനൂപിന്റെ സ്നേഹം എന്തായാലും കൊള്ളാം. വല്ലവന്റെയും ഭാര്യയായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്നേഹം പങ്കിടുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, വല്ലവന്റെയും ഭാര്യയാണെന്ന് അറിഞ്ഞിട്ട് ഇതുപോലെ സ്നേഹം പങ്കിടുന്നതും കെയറിങ് കൊടുക്കുന്നതും ഒക്കെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും സ്നേഹിക്കാൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി അങ്ങോട്ട് എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ വാരിക്കൂരി അങ്ങോട്ട് കൊടുക്കും. കെയറിങ്ങും വേണ്ടതെല്ലാം എല്ലാം അങ്ങോട്ട് കൊടുക്കും. അവർക്ക് എന്തൊക്കെയാണോ കിട്ടാത്തത് അതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടിൽ കുറെ കേറേട്ടന്മാരുണ്ട്. ഈ കേരേട്ടന്മാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സുഹൃത്തുക്കളെ. ഓരോരുത്തരുടെ ഫ്യൂച്ചർ തുലയ്ക്കാൻ ഇതുപോലെ കുറെ എണ്ണമുണ്ട്. സത്യം പോയി അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ജോലി കിട്ടിയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നത്. 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത് ഒന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കില്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പൊന്ന സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ശരിക്കും നിങ്ങൾക്ക് മറ്റാരെങ്കിലോടും റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പൊ അഖിലനാടയുടെ കേസ് നമുക്ക് എടുക്കാം. നിങ്ങളെ ഈ പെണ്ണ് കാണാൻ എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ വെച്ചിരിക്കുന്നതിനാണ്, ഓപ്പൺ ആയിട്ട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ടൈമിൽ പെണ്ണ് കാണാനൊക്കെ വരുന്ന സമയത്ത് നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് ഈ വരുന്ന പാർട്ട്ണറിനോട് അങ്ങ് പറയണം, എനിക്ക് ഇന്ന പോലെ ഒരു ഇഷ്ടമുണ്ട്, ഞങ്ങളൊരു 6-7 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്, എന്റെ വീട്ടുകാർ ആ വിവാഹത്തിന് സമ്മതിക്കത്തില്ല, ഫോഴ്സ്ഫുള്ളി നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്നവൻ എന്തായാലും നിങ്ങളെ കെട്ടാനൊന്നും നിൽക്കത്തില്ല. ഓക്കെ, അങ്ങ് പൊയ്ക്കോളൂ, അതങ്ങ് പറഞ്ഞാൽ മതി, അവരങ്ങ് പൊയ്ക്കോളൂ. ഓക്കെ, അല്ലാതെ ഇനി ഇവനെ വിവാഹം കഴിച്ച് ഇവനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ ഇവനത് സമ്മതിച്ചില്ലെങ്കിൽ അവിടുന്ന് പിന്നെ ഒളിച്ചോടാമെന്നുള്ള ചിന്തയിലൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പാവം പിടിച്ചവന്റെ ജീവിതമാണ് അവിടെ കുട്ടിച്ചോറായി പോകുന്നത്. ഓക്കെ, അവന്റെ ലൈഫാണ് അവിടെ തകരുന്നത്. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോഴേ അങ്ങ് പോവുക. അതും അല്ലെങ്കിൽ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരുത്തന്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഇതായിരിക്കും, വേർത്തിന് വിവാഹം കഴിച്ച് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പോവാം. ഇതായിരിക്കും നിങ്ങളുടെ അടുത്തൊരു ഓപ്ഷൻ. അത് ശരിയല്ല. ഓക്കെ, അത് ഒട്ടും ശരിയല്ല. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്.
ഒരിക്കലും നിൽക്കരുത്. ഇനി എന്തൊക്കെയാലും നമ്മൾ കുറേ സിനിമകളിലടക്കം ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ആളുകൾ പഠിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര മോശമാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ ജോലി തിരക്കും കാര്യങ്ങളും പ്രാരാബ്ധമൊക്കെ വിദേശത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാൻ പോലും ചിലപ്പോൾ വൈകിപ്പോവും. നിങ്ങളതൊന്നും കേൾക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കോളിൽ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഒരു വിരൽത്തുമ്പിൽ ഇങ്ങനെ കിട്ടണം. സോ അതെപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. അവർ ചിലപ്പം കിടന്ന് പട്ടിപ്പണി എടുക്കുമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ. പക്ഷെ പുറമേ നിന്ന് ഒരു വ്യക്തി വരുന്ന സമയത്ത് അവർക്കൊരു എഴിലും തൊഴിലും കാണത്തില്ല. അവർ വന്ന് നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് വിളിച്ച് കെയർ ചെയ്ത്, ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ശരീരം തന്നെയാണ്. നിങ്ങളുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ ഭോഗിക്കുക എന്ന് പറയും. അതാണ് അവരുടെ ലക്ഷ്യം. അത് കഴിയുമ്പോൾ അവർ കയ്യും കഴുകി വീട്ടിൽ പോകും. ഓക്കെ, ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. ബാക്കി കേൾക്കാം. ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ടാന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ കുട്ടി ഇത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അതുകൊണ്ട് അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും. തെളിവ് സഹിതം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖിൽ. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ഓ, അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനെയും അമ്മയും വിട്ട് ഞാൻ വരികയായിരുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കള് അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഓക്കെ, ശരിക്കും ഈ ആമ്പിള്ളേരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ച് അവരെ വീട് വിട്ടിറങ്ങി വരുന്ന ഭാര്യമാരെ ശരിക്കും നിങ്ങൾ ഈ അവോയ്ഡ് എന്ന രീതിയിൽ കാണിക്കരുത്. അങ്ങനെ കുറച്ച് പേരുണ്ട്. നിങ്ങൾക്ക് അവരോട് സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് സ്നേഹം കൊടുക്കുക, കെയറിങ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ അവരോട് നല്ലപോലെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇവർ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തെ. ഓക്കെ, ഇപ്പം നമ്മുടെ അഖിലനാടിയുടെ കേസിനപ്പോൾ നമുക്ക് 2 പേരുടെയും ഭാഗം കേൾക്കണം. അഖിലിന്റെ ഭാഗം കേൾക്കണം, മേഘയുടെ ഭാഗം കേൾക്കണം. ഓക്കെ, 2 പേരും ഇതൊരു ഒന്നും സോഷ്യൽ മീഡിയ മുമ്പിൽ പറഞ്ഞിട്ടില്ല. അതെന്താണ് പറയാത്തത് എനിക്കറിയാൻ വയ്യ. ഞാൻ ശരിക്കും കരുതിയാണ് അഖിൽ ഒരു വീഡിയോ ആയിട്ടെങ്കിലും വരുമെന്ന് ഞാൻ കരുതിയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സോ ഇതിന് പിന്നിൽ ഒരു പിന്നാമ്പുറ കഥ എന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അതെന്തെങ്കിലും മറ നീക്കി പുറത്ത് വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആരുടെ ഭാഗത്തായിരുന്നു ശരി, ആരുടെ ഭാഗത്തായിരുന്നു തെറ്റെന്നുള്ളത്. ബാക്കിയൂടെ കാണാം. ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവിടെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം. ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, 2 ജോലിക്കാർ, ഒരു ബന്ധുവുണ്ട്, പിന്നെ ഒരു 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ. തില്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം തന്നെ, കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ചു പറഞ്ഞു എന്നോട് എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും
പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേർ സ്റ്റേഷനിൽ പോയത്. എന്തായാലും ഇപ്പോ മേഘയെ കൊണ്ടുപോയ അവന് കോൾ അടിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലോട്ടറിയാണ്. ഇനി ഇതൊക്കെ കണ്ടിട്ടാണോ അവൻ അവളെ വളച്ചെടുത്തതെന്നുള്ള സംശയം കൂടി എനിക്കുണ്ട്. ശരിക്കും ഇത് യഥാർത്ഥ പ്രണയം തന്നെയാണോ എന്ന്. ഓക്കെ, പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു കോടീശ്വരനാണെന്നൊക്കെ. ശരിക്കും മാന്യമായിട്ട് നല്ല രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മേഘയുടെ അച്ഛൻ അക്സെപ്റ്റ് ചെയ്ത് ചിലപ്പോൾ നല്ലൊരു ലൈഫ് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്. രണ്ടുപേരുടെ ഭാഗം നമ്മൾ കേൾക്കണം. ഈ അഖിലിന്റെ ഭാഗം കേൾക്കണം, മേഘയുടെ ഭാഗം കേൾക്കണം. മേഘ ഇന്നവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം വന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അച്ഛന്റെ വീട്ടിലാണെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അച്ഛനൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ ആ പോസ്റ്റ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മേഘ അത് മുക്കി, മേഘ അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് അഖിൽ അത്ര പാവമൊന്നുമല്ല, പഞ്ചപാവമൊന്നുമല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും നമുക്ക് രണ്ട് ഭാഗം കേട്ടിട്ട് മാത്രമേ ഇവർക്കിടയിൽ എന്താണ് നടന്നതെന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റൂ. സുഹൃത്തുക്കളെ, അപ്പോൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.